നമസ്കാരം. പ്രധാന വാർത്തകൾ. ഭാരതാംബ ചിത്രത്തെ ചൊല്ലി കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ സംഘർഷം. പ്രതിഷേധം. ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ ഭാരതാംബ ചിത്രം വെച്ചതിനെ തുടർന്ന് ഗവർണർക്കെതിരെ ബാനറുമായി പ്രതിഷേധം. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സർക്കാർ പരിപാടികളിൽ RSSന്റെ കാവിപ്പതാക ഏന്തിയ ഭാരതാംബ ചിത്രം ഉപയോഗിക്കുന്നതിൽ ഗവർണറെ എതിർപ്പറിയിക്കാൻ സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ അതിശക്തമായ മഴയെന്ന് മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇടുക്കിയിൽ നാളെ അവധി. വയനാട്ടിൽ മഴയ്ക്ക് നേരിയ ശമനം. മുണ്ടക്കൈ ഭാഗത്ത് മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടില്ലെന്ന് ജില്ലാ കളക്ടർ. വയനാട് പുന്നപ്പുഴയിലെ ഉരുൾ അവശിഷ്ടങ്ങൾ നീക്കാൻ 195 കോടി അനുവദിച്ച് സംസ്ഥാന സർക്കാർ. Four, three, two, one. Ignition and lift off. ചരിത്രം കുറിച്ച് ശുഭാൻഷു ശുക്ല. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം വീണ്ടും ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്ത്. ആക്സിയം 4 ദൗത്യത്തിന് തുടക്കം. ഡ്രാഗൺ പേടകവുമായി ഫാൽക്കൺ 9 റോക്കറ്റ് വിക്ഷേപിച്ചു. 4-അംഗ സംഘം നാളെ വൈകിട്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തും. മലപ്പുറത്ത് കാട്ടാന ആക്രമണത്തിൽ ആദിവാസി കൊല്ലപ്പെട്ടു. മരിച്ചത് നിലമ്പൂർ മുണ്ടേരി വാണിയംപുഴ കോളനിയിലെ ബില്ലി. കാട്ടാന ആക്രമിച്ചത് താൽക്കാലിക കുടിലിന് സമീപത്ത് വെച്ച്. കനത്ത മഴയെ തുടർന്ന് കഴിഞ്ഞ തവണ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം. പുന്നപ്പുഴയിൽ അസാധാരണമായ നിലയിൽ നീരൊഴുക്ക് വർദ്ധിച്ചു. വില്ലേജിൽ റോഡിൽ വെള്ളം കയറി. പ്രതിഷേധവുമായി ദുരന്തബാധിതർ. റവന്യൂ ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് മുതൽ ശക്തമായ മഴയാണ് ഈ മേഖലയിൽ ഉണ്ടായത്. 2024 ജൂലൈ 30 കേരളത്തെ നടുക്കിയ മുണ്ടക്കൈ ഉരുൾപൊട്ടലുണ്ടായ മേഖലയിലുള്ള പുഴയിൽ വലിയ തോതിൽ ചെളിവെള്ളം നിറഞ്ഞ് കുത്തൊഴുക്കുണ്ടായതാണ് ആശങ്കയുണർത്തിയത്. ഉരുൾപൊട്ടലിന് പിന്നാലെ സൈന്യം പുഴയ്ക്ക് കുറുകെ സ്ഥാപിച്ച ബെയിലി പാലത്തിന് സമീപത്ത് വരെ മുണ്ടക്കൈ റോഡിലും വെള്ളം കയറി. ബെയിലി പാലത്തിനപ്പുറം റാണിമല ഹാരിസൺ എസ്റ്റേറ്റുകളിൽ ജോലിക്ക് പോയ തൊഴിലാളികൾ മഴയത്ത് ഒറ്റപ്പെട്ടതും ആശങ്ക സൃഷ്ടിച്ചു. പിന്നീട് ഇവരെ സുരക്ഷിതമായി ഇക്കരെ എത്തിച്ചു. സ്ഥലത്തെത്തിയ റവന്യൂ സംഘത്തെ നാട്ടുകാർ തടഞ്ഞുവെച്ചു പ്രതിഷേധിച്ചു. സുരക്ഷിത മേഖലയായി അടയാളപ്പെടുത്തിയ ഭാഗത്ത് വരെ വെള്ളം കയറിയതായി നാട്ടുകാർ ആരോപിച്ചു. സമയത്ത് മാറ്റി പാർപ്പിച്ചു. ഞങ്ങൾ എല്ലാവരും വാടകയ്ക്ക് പോയി. പക്ഷെ സർക്കാർ ഇപ്പൊ ഞങ്ങൾക്ക് വാടകയും തരുന്നില്ല, 9,000 തരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പ്രശ്നമില്ല, മാറുന്ന പ്രശ്നമില്ല ഇവിടെ. അത് എന്ത് വന്നാലും പറ്റില്ല. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഒന്നുമില്ല, നമ്മൾ കുഞ്ചേരിമട്ടം ഭാഗം വരെ പോയി നോക്കിയതാണ്. അവിടെ പുതിയ പൊട്ടലോ ഒന്നുമല്ല. അവിടെ ലാസ്റ്റ് പൊട്ടിയ സമയത്തിൽ 53 lakh മെട്രിക് ടൺസ് നമുക്ക് ഡെഫിസിറ്റ് ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമാണ്. ദിസ് ഇസ് സംതിങ് ദാറ്റ് വി ഷുഡ് ബി റെഡി ഫോർ. അപ്പോൾ അവിടെ എന്താണ് നിലവിലുള്ള ഡെബ്രിസ് ആണ് താഴോട്ട് വന്നത്. പുതിയ പൊട്ടലൊന്നും നിലവിലൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാലവർഷം ആരംഭിച്ചു മുതൽ കനത്ത മഴ ഈ മേഖലയിൽ ഉണ്ടായിരുന്നെങ്കിലും ഇത്രയധികം നീരൊഴുക്ക് ഇതാദ്യമായാണ്. ഇതാണ് ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നതും. അമൃത ന്യൂസ്, വയനാട്. മലപ്പുറത്ത് കാട്ടാന ആക്രമണത്തിൽ ആദിവാസി കൊല്ലപ്പെട്ടു. നിലമ്പൂർ മുണ്ടേരി വാണിയംപുഴ കോളനിയിലെ ബില്ലിയാണ് കൊല്ലപ്പെട്ടത്. ചാലിയാറിനക്കരെയുള്ള വാണിയംപുഴ കോളനിയിലെ താൽക്കാലിക കുടിലിന് സമീപത്ത് വെച്ചാണ് കാട്ടാന ആക്രമിച്ചത്. 2019 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ശേഷം കുടിൽ കെട്ടിയാണ് താമസം. ചാലിയാറിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ സംഭവസ്ഥലത്തെത്താൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. പാതിവില തട്ടിപ്പ് കേസ് CBI അന്വേഷിക്കണമെന്ന ആവശ്യവുമായി തട്ടിപ്പിനിരയായ സ്ത്രീകൾ. കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ്. രാഷ്ട്രീയ നേതാക്കൾക്ക് പങ്കുള്ള കേസായതിനാൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നതെന്ന് വോയിസ് ഫോർ വുമൺ ഭാരവാഹികൾ പറഞ്ഞു. പാതിവിലക്ക് ഗൃഹോപകരണങ്ങളും സ്കൂട്ടറും വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിലെ അന്വേഷണം വൈകുകയാണ്.
ആദ്യം പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരുന്നു. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്തതോടെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചത്. അന്വേഷണം തുടങ്ങി മാസങ്ങൾ പിന്നിട്ടിട്ടും കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് തട്ടിപ്പിനിരയായവർ ചൂണ്ടിക്കാണിക്കുന്നു. തുടക്കത്തിലെ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായി ഇതൊരു തട്ടിപ്പാണ്, ഒരു അലേർട്ട് തന്നിട്ടുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന്. എന്തുകൊണ്ട് ഗവൺമെന്റ് അപ്പോൾ നടപടിയൊന്നും സ്വീകരിച്ചില്ല? ഇത്രയും വലിയ തട്ടിപ്പ് നടന്നിട്ട് പോലും ഇത്രയും നാളായിട്ട് ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല. മൊഴിയെടുക്കൽ നടക്കുന്നേ ഉള്ളൂ. ദ്രുതഗതിയിൽ ചെയ്യേണ്ട കാര്യങ്ങളല്ല ഇതെല്ലാം. സംസ്ഥാനത്തെ പല രാഷ്ട്രീയ നേതാക്കൾക്കും തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് വോയിസ് ഫോർ വുമൺസ് ഭാരവാഹികൾ ആരോപിക്കുന്നു. മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും ഫോട്ടോ ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടന്നത്. സ്കൂട്ടർ വിതരണത്തിനായി സംഘടിപ്പിക്കപ്പെട്ട പരിപാടികളിൽ ജനപ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട്. ഇവരെയൊക്കെ കണ്ടതിനാലാണ് തങ്ങൾ പണം നിക്ഷേപിച്ചതെന്നും തട്ടിപ്പിനിരയായ സ്ത്രീകൾ പറഞ്ഞു. വടക്കം പറവൂര് വെച്ച് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രതിപക്ഷ നേതാവ്, മന്ത്രിമാർ, MLA-മാരൊക്കെ കൂട്ടുകൂടിക്കൊണ്ടാണ് ഈ ഒരു പദ്ധതിയുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ പറ്റിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ നേതാക്കന്മാരാണ്. ഒരു CSR ഫണ്ട് കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു MLA-ക്കോ MP-ക്കോ അറിയാൻ പറ്റും ഞങ്ങളൊരു ജനപ്രതിനിധികളോ അല്ലെങ്കിൽ ചെറിയൊരു സേവനം നടത്തുന്ന ആളുകളാണ്. അപ്പോൾ ഇതിന് കൊട പിടിക്കാൻ നിന്ന ആളുകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ്. കേസിലെ പ്രതികളായ അനന്തുകൃഷ്ണന്റെയും ആനന്ദ്കുമാറിന്റെയും മൊഴിയനുസരിച്ച് തട്ടിപ്പ് വിഹിതം കൈപ്പറ്റിയിട്ടുള്ളവരിൽ നിന്നും പണം തിരികെ പിടിക്കണം. പോലീസ് കണ്ടെത്തിയിട്ടുള്ള പ്രതികളുടെ 23 അക്കൗണ്ടുകളുടെ ട്രാൻസാക്ഷൻ പരിശോധിച്ച് ആർക്കൊക്കെ പണം ലഭിച്ചുവെന്ന് കണ്ടെത്തണമെന്നും വോയിസ് ഫോർ വുമൺസ് ആവശ്യപ്പെട്ടു. കേസിൽ അന്വേഷണ പുരോഗതി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കാനാണ് ഇവർ ഒരുങ്ങുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാൻഷു ശുക്ല ഉൾപ്പെട്ട ആക്സിയം 4 ദൗത്യം വിജയകരമായി വിക്ഷേപിച്ചു. അമേരിക്ക, ഹംഗറി, പോളണ്ട് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ബഹിരാകാശ യാത്രികരും ദൗത്യത്തിന്റെ ഭാഗമാണ്. വ്യാഴാഴ്ച ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 പേടകം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ എത്തും. 5, 4, 3, 2, 1. Ignition and lift. ഫ്ലോറിഡയിൽ നാസയുടെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:01 വിക്ഷേപണം. പുതുതായി വികസിപ്പിച്ചെടുത്ത സ്പേസ് എക്സ് ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിൽ ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ചാണ് ദൗത്യസംഘത്തിന്റെ യാത്ര. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാൻഷു. 41 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പൗരൻ ബഹിരാകാശത്തെത്തുകയാണ്. നാസയുടെയും ISROയുടെയും സഹകരണത്തോടെയാണ് ആക്സിയമിന്റെ വിക്ഷേപണം. അമേരിക്കൻ കമ്പനിയായ ആക്സിയമിന്റെ ആക്സിയം 4 മിഷന്റെ 4 പേരടങ്ങുന്ന സംഘത്തിലെ ഒരാളാണ് ശുഭാൻഷു. ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗവും ഇന്ത്യൻ വ്യോമസേനയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനുമായ ശുഭാൻഷുവാണ് മിഷൻ പൈലറ്റ്. ഇന്ത്യയ്ക്കു വേണ്ടി പ്രധാനമായും 7 പരീക്ഷണങ്ങളാണ് ശുഭാൻഷു ബഹിരാകാശ നിലയത്തിൽ നടത്തുക. സൂക്ഷ്മാണുക്കളുടെ വളർച്ച, വികാസം, യാത്രികരുടെ മസിലുകളുടെ ശോഷണം, വിത്തുകളുടെ വളർച്ച തുടങ്ങി ബഹിരാകാശ ശാസ്ത്രത്തിലും ജീവശാസ്ത്രത്തിലുമുള്ള നിർണായക പരീക്ഷണങ്ങളാണിവ. ഗഗൻയാൻ ദൗത്യത്തിനു മുമ്പ് ബഹിരാകാശത്ത് ചെലവഴിക്കാൻ ശുഭാൻഷുവിന് സാധിക്കുന്നത് ഗഗൻയാൻ പദ്ധതിക്കും നേട്ടമാകും. ബഹിരാകാശത്ത് ഏറെ പരിചയസമ്പത്തുള്ള നാസയുടെ ബഹിരാകാശ യാത്രിക പെഗി വിറ്റ്സൺ മിഷൻ തലപ്പത്തുണ്ട്. പോളണ്ടിൽ നിന്നുള്ള ബഹിരാകാശ സഞ്ചാരി സുവോ സുസാൻസ്കിയും ഹംഗറിയിൽ നിന്നുള്ള ബഹിരാകാശ യാത്രികൻ ടിപ്പർ കാപ്പു എന്നിവർ മിഷൻ സ്പെഷ്യലിസ്റ്റുമാരാണ്. 14 ദിവസം നീണ്ടുനിൽക്കുന്ന ദൗത്യത്തിൽ മൈക്രോഗ്രാവിറ്റിയിൽ നിരവധി പരീക്ഷണങ്ങൾ നടത്താനാണ് മിഷൻ ലക്ഷ്യമിടുന്നത്. സാങ്കേതിക പ്രശ്നങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ കാരണങ്ങളാൽ 6 തവണ മാറ്റിവെച്ച ശേഷമാണ് ദൗത്യം വിജയകരമായി വിക്ഷേപിച്ചത്. ശുഭാൻഷുവിന്റെ യാത്രയ്ക്കായി 550 കോടി രൂപ ഇന്ത്യ ചെലവഴിച്ചു. 2000 മണിക്കൂറിലധികം യുദ്ധവിമാനങ്ങൾ പറപ്പിച്ച അനുഭവ സമ്പത്തുള്ള ശുഭാൻഷുവിന്റെ ഈ ചരിത്ര നേട്ടത്തിലേക്കുള്ള യാത്ര ഓരോ ഭാരതീയനും അഭിമാനമാണ്. ന്യൂസ് ഡെസ്ക്, അമൃത TV. ശുഭാൻഷു ശുക്ലയുടെ കുടുംബം അദ്ദേഹത്തിന്റെ ചരിത്ര ദൗത്യത്തിന് സാക്ഷിയാകാൻ കെനഡി സ്പേസ് സെന്ററിൽ എത്തിയിരുന്നു. മകന് എല്ലാ ആശംസകളും മാതാപിതാക്കൾ നേർന്നു. നിറകണ്ണുകളോടെയാണ് ദൗത്യത്തിന് കുടുംബം സാക്ഷിയായത്. ഞങ്ങൾ ഭൂമിയെ വലം വയ്ക്കുകയാണ്. ഇത് ഇന്ത്യയുടെ മനുഷ്യ ബഹിരാകാശ പദ്ധതിയുടെ തുടക്കമാണ്. ജയ് ഹിന്ദ്, ജയ് ഭാരത്. ആക്സിയം 4 ദൗത്യം വിജയകരമായി ഭൂമിയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചതിന് തൊട്ടു പിന്നാലെ ശുഭാൻഷു ശുക്ല ബഹിരാകാശ പേടകത്തിൽ നിന്ന് അയച്ച സന്ദേശം ഇങ്ങനെയാണ്. ഫാൽക്കൺ 9 അപ്പർ സ്റ്റേജിൽ നിന്നും വേർപിരിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം സന്ദേശം കൈമാറിയത്. ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയുടെ ഒരു കുറിപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുന്നു. തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഇൻസ്റ്റഗ്രാമിൽ വൈകാരികമായ സന്ദേശം പങ്കുവച്ചത്. ഒരുമിച്ച പങ്കാളിയായതിന് കാംനയ്ക്ക് പ്രത്യേക നന്ദി. നീ ഇല്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും സാധ്യമാകില്ലായിരുന്നു. അതിലുപരി ഇതിനൊന്നും ഒരു പ്രസക്തിയും ഉണ്ടാകുമായിരുന്നില്ല എന്ന് ശുഭാൻഷു ശുക്ല കുറിച്ചു. ആക്സിയം 4 ദൗത്യത്തിനായി യാത്ര തിരിക്കുന്നതിന് തൊട്ടു മുൻപായി ഒരു ഗ്ലാസ് ഭിത്തിയുടെ ഇരുവശങ്ങളിലും നിന്ന് യാത്ര പറയുന്ന ചിത്രവും അദ്ദേഹം കുറിപ്പിനൊപ്പം പങ്കുവച്ചു.
പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിൽ കേരളത്തിൽ നിന്നുമുള്ള 950 വ്യക്തികളുടെ പേരുകളുണ്ടെന്ന് NIA. ഹൈക്കോടതിയിൽ NIA സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. മുൻ ജില്ലാ ജഡ്ജിയുടേതടക്കമുള്ള പേരുകൾ പ്രതികളിൽ നിന്നും കണ്ടെടുത്തുവെന്നും NIA വ്യക്തമാക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന അവർക്ക് ഭീഷണിയായ മറ്റ് സമുദായങ്ങളിലെ നേതാക്കളുടെ പേരുകൾ ശേഖരിക്കുകയും എതിരാളികളെ ഉന്മൂലനം ചെയ്യാൻ പ്രവർത്തിക്കുന്നുണ്ടെന്നുമാണ് NIA ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. എതിരാളികളെ നേരിടാൻ പോപ്പുലർ ഫ്രണ്ടിന്റെ കേഡർമാർക്ക് ശാരീരികവും ആയുധ പരിശീലനവും നൽകുന്നുണ്ടെന്നും NIA പറയുന്നു. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ട് ഏർപ്പെട്ടിട്ടുണ്ടെന്നാരോപിച്ച് 2020 NIA കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നീട് 2022 ഡിസംബറിൽ പാലക്കാട് നടന്ന RSS നേതാവ് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിന്റെ അന്വേഷണം NIA ഏറ്റെടുത്തിരുന്നു. ഈ രണ്ട് അന്വേഷണവും NIA ഒരുമിച്ച് കൊണ്ടുപോവുകയായിരുന്നു. ഈ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോഴുള്ള വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. പാലക്കാട് സ്വദേശികളായ മുഹമ്മദ് ബിലാൽ, റിയാസുദ്ദീൻ, അൻസാർ KP, സഹീർ KV എന്നിവരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നതിനിടയിലാണ് NIA റിപ്പോർട്ട് സമർപ്പിച്ചത്. പ്രതിയായ സിറാജുദ്ദീനിൽ നിന്ന് പിടിച്ചെടുത്ത 8 രേഖകളിൽ ഇതര സമുദായങ്ങളിൽ നിന്നുള്ള 240 പേരുടെ പട്ടികയുണ്ടെന്നും പ്രതിയായ അബ്ദുൾ വഹാബിന്റെ കയ്യിൽ നിന്ന് പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യം വെച്ച 5 പേരുടെ വിവരങ്ങൾ ലഭിച്ചുവെന്നും ഇതിലായിരുന്നു മുൻ ജില്ലാ ജഡ്ജിയുടെ പേര് ഉൾപ്പെട്ടതെന്നും NIA പറയുന്നു. മറ്റൊരു പ്രതിയിൽ നിന്ന് 232 പേരുകൾ പിടിച്ചെടുത്തുവെന്നും ഇയാൾ മാപ്പുസാക്ഷിയായെന്നും പിന്നീട് പ്രതി അയ്യൂബിന്റെ വീട്ടിൽ നടന്ന പരിശോധനയിൽ 500 പേരുടെ ലിസ്റ്റും പിടിച്ചെടുത്തിരുന്നുവെന്നും NIA പറയുന്നു. ആലുവയിലെ പെരിയാർ വാലി ക്യാമ്പസ് PFIയുടെ ആയുധ പരിശീലന കേന്ദ്രമായിരുന്നുവെന്നും ഇത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരം തീവ്രവാദത്തിൽ ഉൾപ്പെടുമെന്നും NIA കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ആരോപണങ്ങളെല്ലാം കുറ്റാരോപിതർ നിഷേധിച്ചു. യാതൊരു തെളിവുമില്ലാതെ കെട്ടിച്ചമച്ചതാണ് ആരോപണങ്ങളെന്നും തങ്ങൾ നിരപരാധികളാണെന്നും ഇവർ പറഞ്ഞു. ഇരുവിഭാഗങ്ങളുടെ വാദം കേട്ട കോടതി ജാമ്യാപേക്ഷ തള്ളിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആഷിർ നന്ദ ആത്മഹത്യ ചെയ്തത് സ്കൂളിലെ മാനസിക പീഡനം കാരണമെന്ന് കുടുംബം. അധ്യാപകർക്കെതിരെ കുട്ടികളടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തി. കഴിഞ്ഞ ദിവസമാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആഷിർ നന്ദ ആത്മഹത്യ ചെയ്തത്. പിന്നാലെ അധ്യാപകരുടെ മാനസിക പീഡനത്തെ തുടർന്നാണ് കുട്ടി ആത്മഹത്യ ചെയ്തത് എന്ന ആരോപണവുമായി ബന്ധുക്കൾ പോലീസിന് പരാതി നൽകി. അധ്യാപകർ മാനസികമായി പീഡിപ്പിച്ചുവെന്ന് ആഷിർ നന്ദയുടെ അച്ഛൻ പ്രശാന്ത് പറയുന്നു. 9ാം ക്ലാസ് തുടങ്ങിയ ശേഷം കുട്ടിയെ ഡിവിഷൻ മാറ്റിയിരുത്തി. സ്വന്തം കൈപ്പടയിൽ ഇനി മാർക്ക് കുറഞ്ഞാൽ 8ാം ക്ലാസ്സിൽ തന്നെ പഠനം തുടരാമെന്ന് എഴുതി വാങ്ങിച്ചുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ചാണ് ആഷിർ നന്ദയെക്കൊണ്ട് എഴുതി വാങ്ങിച്ചതെന്നാണ് കുടുംബത്തിന്റെ പരാതി. വിഷയത്തിൽ വിദ്യാർത്ഥികൾ സ്കൂളിനുള്ളിൽ പ്രതിഷേധിച്ചു. കുട്ടികൾക്ക് പിന്തുണയുമായി രക്ഷിതാക്കളുമെത്തി. ന്യൂസ് ഡെസ്ക്, അമൃത TV. തൃശൂർ വിമല കോളേജ് ഹോസ്റ്റലിലെ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായത് വെള്ളത്തിലൂടെയെന്ന് കോളേജ് അധികൃതർ. ആരോഗ്യവകുപ്പും ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റും പരിശോധന നടത്തി. ആരോഗ്യവകുപ്പ് വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ചു. സാമ്പിൾ റിസൾട്ട് വന്നാൽ മാത്രമേ രോഗകാരണം സ്ഥിരീകരിക്കാനാകൂ. കഴിഞ്ഞ ദിവസമാണ് വിമല കോളേജിലെ ഹോസ്റ്റലിൽ കുട്ടികൾക്ക് ഛർദിയും വയറുവേദനയും അനുഭവപ്പെട്ടത്. തുടർന്ന് ഹോസ്റ്റലിലെ കുട്ടികൾ ചികിത്സ തേടിയിരുന്നു. അധികൃതർ ഫസ്റ്റ് ഇയർ ബാച്ചിന് അവധി നൽകുകയും ചെയ്തു. വെള്ളത്തിൽ നിന്നുമാണ് രോഗബാധയെന്നാണ് പ്രാഥമിക നിഗമനം. കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യമുള്ളതായും സൂചനയുണ്ട്. ആരോഗ്യവകുപ്പും ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റും ഹോസ്റ്റലിൽ പരിശോധന നടത്തി. ആരോഗ്യവകുപ്പ് വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. അതേസമയം ഹോസ്റ്റലിന് ചുറ്റുമുള്ള കാനയിലെ വെള്ളമാണ് രോഗത്തിന് കാരണമായതെന്നാണ് കോളേജ് അധികൃതരുടെ വാദം. ഫസ്റ്റ് ഇയറിലെ അഡ്മിഷൻ എടുത്ത 450ഓളം കുട്ടികളിൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന 70-80 കുട്ടികളുണ്ട്. അവരാണ് വീട്ടിൽ പോയിരിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം കോളേജിലുണ്ട്. ഒരു ചെറിയ പ്രശ്നം ഈ സമീപങ്ങളിൽ നിന്നുണ്ട്. അപ്പം നമ്മൾ ഇന്നലെ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞത് 2018 ശേഷം കേരളത്തിലെ എല്ലാ വാട്ടർ സോഴ്സുകളും തന്നെ കണ്ടാമിനേറ്റഡ് ആണ്, കുറച്ച് പ്രശ്നമുള്ളതാണ്. നമുക്ക് വലിയ 3 വെല്ലുകളും 400 കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലാകുമ്പോൾ ഇഷ്ടംപോലെ വെള്ളം പമ്പ് ചെയ്യേണ്ടി വരുന്നുണ്ട്. നമ്മുടെ കോളേജിൻ്റെ ഹോസ്റ്റലിന് ചുറ്റും ഒരു ഓട പോകുന്നുണ്ട്. അത് വലിയ പ്രശ്നമായിരുന്നു. പല പ്രാവശ്യം അത് വെള്ളം എപ്പോഴും അത് ഓവർഫ്ലോ ചെയ്യും. ഈ വർഷം അത് വീണ്ടും പുതുക്കി പണുകയും കംപ്ലീറ്റ്ലി സീൽ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ കരുതിയിരുന്നു. പക്ഷേ അതിൽ നിന്ന് ലീക്ക് ചെയ്ത് വന്നതൊക്കെ ആവാം. കോളേജ് അധികൃതർ സംഭവം മറച്ചുവെക്കാൻ ശ്രമിച്ചതായും ആക്ഷേപമുണ്ട്. പരിശോധനയ്ക്കെത്തിയ ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരും പ്രതികരിക്കാൻ തയ്യാറായില്ല. സാമ്പിൾ പരിശോധിച്ച റിസൾട്ട് വന്നാൽ മാത്രമേ യഥാർത്ഥ രോഗകാരണം മനസ്സിലാകൂ. കോളേജിന്റെ ഭാഗത്തു നിന്നും വീഴ്ച പറ്റിയിട്ടില്ല എന്നാണ് അധികൃതർ പറയുന്നത്. അമൃത ന്യൂസ്, തൃശൂർ. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യസ്ഥിതി മാറ്റമില്ലാതെ തുടരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനും മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയും വിവിധ CPM നേതാക്കളും ആശുപത്രിയിലെത്തി VSന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. 2 ദിവസം മുമ്പ് ഹൃദയാഘാതത്തെ തുടർന്നാണ് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അന്നു മുതൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ അതിതീവ്ര പരിചരണ വിഭാഗത്തിലാണ് VS. കാർഡിയോളജി, നെഫ്രോളജി, ന്യൂറോളജി വിദഗ്ധരുടെ സംയുക്ത പരിചരണത്തിലാണ് VS തുടരുന്നത്.
മരുന്നുകളോട് പ്രതികരിക്കുന്നതായും ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്നും ഇന്നലെ ചേർന്ന മെഡിക്കൽ ബോർഡ് വിലയിരുത്തിയെങ്കിലും ഇന്ന് ആരോഗ്യസ്ഥിതി മാറ്റമില്ലാതെ തുടരുകയാണെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ. VSന്റെ ആരോഗ്യനില ആശുപത്രിയിൽ എത്തിയപ്പോഴേനേക്കാൾ മെച്ചപ്പെട്ട നിലയിലാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. സ്റ്റേബിളായിട്ടാണ് ഇപ്പോഴുള്ളത്. കുറച്ചും കൂടി മെച്ചപ്പെട്ട സ്ഥിതിയാണ്. അഡ്മിറ്റ് ചെയ്യുന്നതിനേക്കാൾ അന്ന് അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ടതാണെന്നാണ് ഡോക്ടർമാരും കുടുംബാംഗങ്ങളും പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആശുപത്രിയിലെത്തി VSനെ സന്ദർശിച്ചു. കുടുംബാംഗങ്ങളുമായി ആരോഗ്യ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷമാണ് അദ്ദേഹം ആശുപത്രി വിട്ടത്. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും മന്ത്രി R ബിന്ദുവും VSന്റെ കുടുംബാംഗങ്ങളെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപ് വിസ്മയമുണ്ടാക്കുന്ന തരത്തിൽ UDFന്റെ അടിത്തറ വിപുലീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പക്വതയുള്ള മുതിർന്ന ആളുകളും യുവത്വം നിറഞ്ഞ രണ്ടാം നിരയും കൂടി ചേർന്നാണ് UDFന് വിജയം സമ്മാനിച്ചതെന്നും താൻ ഒറ്റയ്ക്കല്ല തീരുമാനമെടുത്തതെന്നും എല്ലാവരും കൂടി എടുത്ത തീരുമാനമാണ് നടപ്പാക്കിയതെന്നും VD സതീശൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. യുവത്വം തുളുമ്പുന്ന ഒരു രണ്ടാം നിരയും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ വലിയ വിജയം ഉണ്ടായത്. ടീം UDF ഒരു വ്യക്തിക്ക് അവകാശപ്പെട്ടതല്ല. വിസ്മയം ഉണ്ടാവും കേരള രാഷ്ട്രീയത്തിൽ. ഞാൻ എന്ന വ്യക്തി ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഞാൻ UDF എടുത്ത തീരുമാനം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാം കൂടി അത് ഞാനെടുത്ത തീരുമാനമാക്കി. UDF ഏകകണ്ഠമായിട്ട് എടുത്ത തീരുമാനമാണ്. UDFന്റെ ജനകീയ അടിത്തറ വിപുലീകരിക്കുന്നതിന്റെ തെളിവാണ് ഉപതെരഞ്ഞെടുപ്പ് വിജയമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. CPIയും കേരള കോൺഗ്രസും UDFിലേക്ക് വരുമോ എന്നത് അതത് പാർട്ടിക്കാർ ആലോചിക്കേണ്ട കാര്യമാണ്. MPമാർക്ക് നിയമസഭയിൽ മത്സരിക്കുന്നതിന് അയോഗ്യതയില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. മുന്നണിയുടെ ജനകീയ അടിത്തറ വിപുലീകരിക്കപ്പെട്ടതിന്റെ തെളിവാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം. ഇനിയും കൂടുതൽ വിപുലീകരിക്കണം. മുന്നണി വിപുലീകരണം എന്നാൽ അതുകൊണ്ട് അർത്ഥം വയ്ക്കുന്നത് പാർട്ടികളെ മുന്നണിയിലേക്ക് ചേർക്കലല്ല, അതും ചേരും. അതിന് മുന്നോടിയായി കൂടുതൽ ജനവിഭാഗങ്ങളെ ഈ സർക്കാരിൻ്റെ നയങ്ങൾ, പരിപാടികൾ, അതിൽ പ്രതിഷേധമുള്ളവർ, അതിൻ്റെ തെറ്റുകൾ അനുഭവിക്കുന്ന, അതിൻ്റെ വിപരീത ഫലങ്ങൾ നേരിടുന്ന ആളുകൾ, അവരുടെ എല്ലാം വിപുലമായ പിന്തുണയാണ് മുന്നണി വിപുലീകരണത്തിൻ്റെ രാഷ്ട്രീയ അടിത്തറ. അതിനോടൊപ്പം തന്നെ കക്ഷികളും വ്യക്തികളും നേതാക്കന്മാരും പ്രസ്ഥാനങ്ങളും സംഘടനകളുമെല്ലാം UDFൻ്റെയും കോൺഗ്രസിൻ്റെയും കൂടെ വരും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നിലമ്പൂർ നൽകുന്ന ചൂണ്ടുപലക, കാലത്തിൻ്റെതായ ആ ചൂണ്ടുപലക ആളുകൾ വായിക്കും എന്ന് തന്നെ വിലയിരുത്തുകയാണ്. വളരെ നേരത്തെ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അതൊക്കെ അതാത് പാർട്ടികൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ. MPമാർക്ക് മത്സരിക്കാൻ പറ്റുന്നതുകൊണ്ടാണല്ലോ MPമാരായത്. അതിനൊരു അയോഗ്യതയില്ല. ഏതെങ്കിലും ഒരു പോസ്റ്റേ പറ്റുള്ളതേ ഉള്ളൂ. കോൺഗ്രസിന്റെ ഇതുവരെയുള്ള കീഴ്വഴക്കം നിയമസഭയിലേക്ക് MPമാർ മത്സരിക്കേണ്ട എന്നാണെന്ന് K മുരളീധരൻ. ജനങ്ങൾ ഉപതെരഞ്ഞെടുപ്പുകൾ ആഗ്രഹിക്കുന്നില്ല. PV അൻവർ ഇപ്പോൾ അജണ്ടയിൽ ഇല്ലാത്ത കാര്യമാണെന്നും K മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. അല്ല, പാർട്ടിയുടെ ഒരു കീഴ്വഴക്കം MPമാർ മത്സരിക്കേണ്ടതാണ്. കഴിഞ്ഞ തവണ ഞാൻ നേമത്ത് മത്സരിച്ചത് നേമത്തിൻ്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയിലാണ്. അപ്പോൾ ജനം എപ്പോഴും ഉപതെരഞ്ഞെടുപ്പുകൾ ജനം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ജനങ്ങളെ അധികമായിട്ട് പരീക്ഷിക്കുന്നത് ശരിയാണ്. ഞാൻ 2-3 ഉപതെരഞ്ഞെടുപ്പുകൾ വരുത്തി വെച്ച ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനായിട്ട് ഒരിക്കലും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കില്ല. MPമാർ മത്സരിക്കേണ്ട എന്നുള്ളതാണ് പാർട്ടിയുടെ ഇതുവരെയുള്ള കീഴ്വഴക്കം. ഇതിന് എല്ലാ കാര്യങ്ങൾക്കും എക്സംഷൻ ഉണ്ട്. പക്ഷേ ജനങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്ന രീതിയിനോട് എനിക്ക് യോജിപ്പില്ല. ഇപ്പോൾ ഞങ്ങളുടെ അജണ്ടയിലില്ല. അതുകൊണ്ടാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വായിലടച്ചു തന്നെയാണുള്ളത്. അൻവറിന്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ VD സതീശനെ പിന്തുണച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സതീശൻ പറഞ്ഞത് UDF നിലപാടെന്ന് തിരുവഞ്ചൂർ. തീരുമാനം UDF ചർച്ച ചെയ്ത് എടുത്തതാണ്. UDFന് വരാനിരിക്കുന്നത് സുവർണ കാലഘട്ടമാണ്. LDF മുങ്ങുന്ന കപ്പലായി മാറി. LDFിലെ ഘടകകക്ഷികൾക്ക് അത് ബോധ്യമായിട്ടുണ്ട്. ശശി തരൂരിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. തരൂർ വിഷയം കേരളത്തെ ബാധിക്കുന്ന കാര്യമല്ലെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. സാധ്യതകളുടെ പ്രശ്നമല്ലല്ലോ ഇവിടെ ഒരു മുന്നണിയുടെ തീരുമാനം. മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളുമായി ആലോചിച്ച് എടുത്ത തീരുമാനമാണ്. ആ തീരുമാനം പ്രതിപക്ഷ നേതാവ് പരസ്യമായിട്ട് പറയുകയും ചെയ്തു. സംശയരഹിതമായിട്ട് അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്തി. ജവഹർലാൽ നെഹ്റുവിനെതിരെ വിവാദ പരാമർശവുമായി മുൻ MLAയും BJP നേതാവുമായ PC ജോർജ്. രാജ്യത്തെ നശിപ്പിച്ചതിൽ ഒന്നാം പ്രതി നെഹ്റു എന്നായിരുന്നു PC ജോർജിന്റെ പരാമർശം. ഭാരതാംബ വിവാദത്തെ
വിഷയമാക്കേണ്ട കാര്യമില്ല. വിശ്വാസമുള്ളവർ മാത്രം ഭാരതാംബയെ വണങ്ങിയാൽ മതി, അല്ലാത്തവർ വണങ്ങേണ്ടതില്ല. ആചാരവും വിശ്വാസവും ഒക്കെ അത് പിന്തുടർന്നവർ ചെയ്യട്ടെയെന്നും ആരും മറ്റുള്ളവരുടെ ആചാരാനുഷ്ഠാനങ്ങളിലും വിശ്വാസ രീതികളിലും ഇടപെടേണ്ട കാര്യമില്ലെന്നും PC ജോർജ് തൊടുപുഴയിൽ പറഞ്ഞു. സ്വഭാവം ഇന്ത്യക്കകത്ത് കിടന്ന് ഇന്ത്യയുടെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റാണെന്ന് മുസ്ലിം നേതാക്കന്മാർ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എൻ്റെ അഭിപ്രായം. എന്റെ കുഴപ്പം അത്രയും വലിയൊരു പ്രശ്നം കേരളത്തിലുള്ള ഒരു സെക്കുലർ നൂറിടത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. ഞാൻ പേട്ടയില്ലേ ജീവിക്കുന്നത്, ഞാൻ പറഞ്ഞ പുറപ്പെട്ടാക്കാം ഒരു 11 അപ്പൊ രാവിലെ എന്നെ വിളിച്ചു കൊണ്ടു. ഞാൻ പറഞ്ഞ ഇറങ്ങിക്കളഞ്ഞ് കമ്മീഷൻ മേടിക്കേണ്ട, കൃത്യം 10:30 മണിക്ക് ഞാൻ BJP-യിലേക്കില്ലെന്ന് ആവർത്തിച്ച് ശശി തരൂർ MP. തന്റെ നിലപാടുകളെ BJP-യിലേക്കുള്ള എടുത്തുചാട്ടമായി പലരും വ്യാഖ്യാനിക്കുന്നുവെന്നും അവർക്ക് ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും ഹിന്ദുവിലെ ലേഖനത്തിൽ ശശി തരൂർ ആരോപിക്കുന്നു. ദേശത്തിനും ദേശീയതയ്ക്കും വേണ്ടിയാണ് താൻ നിലകൊള്ളുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്നത് രാജ്യത്തിന്റെ ഐക്യമാണ്. രാഷ്ട്രീയമായ ഭിന്നതകൾ രാജ്യ താൽപര്യത്തിന്റെ അതിർത്തികൾ ലംഘിക്കരുതെന്നും തരൂർ പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഊർജ്ജവും വിജയകരമായ നയതന്ത്ര നീക്കങ്ങളും രാജ്യത്തിന്റെ നിലപാടുകൾക്ക് ആഗോളതലത്തിൽ സുപ്രധാന പിന്തുണ നേടുന്നതിന് സഹായകരമായി എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. നേരത്തെ മോസ്കോയിൽ റഷ്യൻ നയതന്ത്ര പ്രതിനിധികളുമായി തരൂർ ചർച്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല നയതന്ത്രത്തിലേക്ക് സൗഹൃദം ഉറപ്പാക്കുന്നതിനുള്ള സംഭാഷണം വിജയകരമായിരുന്നുവെന്നും തരൂർ മോസ്കോയിൽ പറഞ്ഞു. മാസപ്പടി കേസിൽ EDയും CBIയും വരും എന്ന് ഷോൺ ജോർജ്. മുഖ്യമന്ത്രിയുടെ മകൾ എന്തിന് കാശ് വാങ്ങി, മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണോ കാശ് വാങ്ങിയത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കണം. നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ BJP കേന്ദ്ര നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. SFIO അവരുടെ ജോലി കൃത്യമായി ചെയ്തുവെന്നും ഷോൺ ജോർജ് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഇഞ്ചക്ഷൻ ഉണ്ട്, സംശയമില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുകൊണ്ട് തന്നെ ഏതറ്റം വരെയും നിങ്ങൾക്ക് ഈ കേസുമായി മുമ്പോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം ഞാൻ നൽകുന്നു എന്ന് പറഞ്ഞാൽ തന്നെ കിട്ടും. ഈ നിമിഷം വരെയും ഇതിന് മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനും ഇന്ന് സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖർ, ഈ 2 ആൾ. അടിയന്തരാവസ്ഥ ഇന്ത്യയുടെ ഇരുണ്ട അധ്യായമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് സർക്കാർ ജനാധിപത്യത്തെ തടവിലാക്കിയെന്നും എക്സിൽ അദ്ദേഹം കുറിച്ചു. അടിയന്തരാവസ്ഥ ഭരണഘടനയെ ഇല്ലാതാക്കിയത് കണ്ടു. കോടതികളെ വരുതിയിലാക്കാനും ശ്രമം നടന്നു. സംവിധാൻ ഹത്യാ ദിനമായി ഈ ദിവസം ആചരിക്കുമെന്നും അദ്ദേഹം കുറിച്ചു. ജനാധിപത്യത്തെ പിടിച്ചുകുലുക്കിയ ഇരുണ്ട കാലമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലഘട്ടമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യമൊരിക്കലും സ്വേച്ഛാധിപത്യത്തിനു മുന്നിൽ തലകുനിക്കില്ല എന്നും തന്റെ അധികാരത്തിന് ഭീഷണിയുണ്ടെന്ന് കണ്ട് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷിക ദിനത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. चीजों को वो ही कर पाते हैं जो करने की ठान लेते हैं, और मैं मानता हूं हमारे देश की भाषाएं हमारी संस्कृति का गहना है. हमारे देश की भाषाओं के बगैर हम भारतीय ही नहीं रहते हैं. हमारा देश, इसका इतिहास, इसकी संस्कृति, ये हमारा धर्म, इसको समझना है तो कोई विदेशी भाषा में नहीं समझा सकती. मेरी बात याद रखना, हम सबके जीवन में, मेरी बात ध्यान से सुनना, हम सबके जीवन में इस देश में अंग्रेजी बोलने वालों को शर्म आएगी, ऐसा समाज का ഇടുക്കിയിൽ ജലസാഹസിക യാത്രയ്ക്ക് നിയന്ത്രണമുള്ളപ്പോൾ ഉപ്പുതറ, കോതപ്പാറ, കല്ലാറ്റുപാറയിൽ വെള്ളച്ചാട്ടത്തിൽ മരണക്കളി. ഇന്ന് വെള്ളച്ചാട്ടത്തിലിറക്കിയ ജീപ്പ് മറിഞ്ഞു. നാട്ടുകാർ എത്തി വാഹനത്തിലുണ്ടായിരുന്ന 4 പേരെ രക്ഷപ്പെടുത്തി. ഉച്ചകഴിഞ്ഞ് കല്ലേറ്റുപാറ വെള്ളച്ചാട്ടം കാണാനെത്തിയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. വെള്ളച്ചാട്ടത്തിലേക്ക് വാഹനം ഇറക്കിയതിനു പിന്നാലെ മലവെള്ളം ഒഴുകിയെത്തുകയായിരുന്നു. വെള്ളത്തിന്റെ ശക്തിയിൽ മറിഞ്ഞ ജീപ്പ് 50 മീറ്ററോളം ഒഴുകിപ്പോയി. ഉപ്പുതറ പോലീസ് എത്തി ജീപ്പ് കരയ്ക്ക് കയറ്റിയ ശേഷം നാട്ടുകാരുടെ നേതൃത്വത്തിൽ ട്രെഞ്ച് കുഴിച്ച് വെള്ളച്ചാട്ടത്തിൽ വാഹനം ഇറങ്ങുന്നത് തടഞ്ഞു. മുല്ലപ്പെരിയാറിലും ജലനിരപ്പ് ഉയരുന്നു. ജലനിരപ്പ് 133 അടിയിലെത്തി. ജൂൺ മാസത്തിലെ റൂൾ കർവ് പ്രകാരം 136 അടിയിലെത്തിയാൽ ഡാം തുറക്കും. പെരിയാറിന്റെ ഇരു കരകളിലുമുള്ളവർ ജാഗ്രത പുലർത്തണം. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എല്ലാ മുൻകരുതലും സ്വീകരിച്ചിട്ടുണ്ടെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. അതേസമയം ഇടുക്കി ജില്ലയിൽ കനത്ത മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാനായി പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കേന്ദ്രീയ വിദ്യാലയം ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. എന്നാൽ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടായിരിക്കില്ല.
അടിയന്തരാവസ്ഥ കാലത്ത് CPI-ക്കാർ CPM-നെ ഒറ്റുകൊടുക്കുകയായിരുന്നുവെന്ന് CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ. ഇത് ചരിത്രമാണ്. CPM നേതാക്കളെയും സഹാക്കളെയും പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചു. ആലപ്പുഴ പറവൂരിൽ അടിയന്തരാവസ്ഥ വാർഷിക സെമിനാറിലായിരുന്നു R. നാസറിന്റെ പരാമർശം. രാഷ്ട്രീയത്തെ നമ്മൾ തുറന്നു കാണിച്ചുകൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുവരാനുള്ള വലിയ പരിശ്രമമുള്ള ഒരു നാടാണ് പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ CPI നമ്മൾ തമ്മിൽ വലിയ വൈരുദ്ധ്യത്തിലായിരുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ അച്യുതമേനോനും മുഖ്യമന്ത്രിയും കരുണാകരൻ ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള സംവിധാനങ്ങളുടെ അടിയന്തരാവസ്ഥ യഥാർത്ഥത്തിൽ അന്ന് നമ്മുടെ നാട്ടിലെ CPI-ക്കാർ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 400ാമത് ഷോറൂം നോയിഡ സെക്ടർ 18-ൽ ആരംഭിച്ചു. ഷോറൂമിന്റെ ഉദ്ഘാടനം മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് നിർവഹിച്ചു. നിലവിൽ 13 രാജ്യങ്ങളിലായി 63,000 കോടി രൂപയുടെ വിറ്റുവരവാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനുള്ളത്. ഈ സാമ്പത്തിക വർഷത്തിൽ ന്യൂസിലാൻഡ്, അയർലൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് കൂടി ഷോറൂം തുറക്കുന്നതോടെ 15 രാജ്യങ്ങളായി വിറ്റുവരവ് 78,000 കോടി രൂപയായി വർദ്ധിപ്പിക്കുകയാണെന്ന് കമ്പനിയുടെ ലക്ഷ്യം. പുതിയതായി 60 ഷോറൂമുകളും ആഭരണ നിർമ്മാണ യൂണിറ്റും ആരംഭിക്കാൻ 5,000 കോടിയിലധികം രൂപയുടെ നിക്ഷേപം നടത്താൻ കമ്പനിക്ക് പദ്ധതിയുണ്ടെന്ന് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് പറഞ്ഞു. ബിസിനസിനൊപ്പം സാമൂഹിക പുരോഗതിയും ലക്ഷ്യം വെക്കുന്ന മലബാർ ഗ്രൂപ്പ് ലാഭത്തിന്റെ 5% സാമൂഹിക പ്രതിബദ്ധത പ്രവർത്തനങ്ങൾക്കാണ് ചിലവാക്കുന്നത്. ഈ വർഷം സാമൂഹിക പ്രതിബദ്ധത പ്രവർത്തനങ്ങൾക്കായി 150 കോടി രൂപ മലബാർ ഗ്രൂപ്പ് ചെലവാക്കും. KSEBയുടെ അധീനതയിലുള്ള കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ കക്കയം ജലസംഭരണിയിൽ ജലനിരപ്പ് 756.51 മീറ്ററായി ഉയർന്നു. ഇത് ജലസംഭരണിയുടെ ഓറഞ്ച് അലർട്ട് ജലനിരപ്പായതിനാൽ ഡാമിലെ അധിക ജലം താഴേക്ക് ഒഴുക്കിവിടുന്നതിനുള്ള 2ാം ഘട്ട മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഈ വിവരം പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ട മുൻകരുതൽ സ്വീകരിക്കണമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കോഴിക്കോട് ജില്ലാ കളക്ടറെ അറിയിച്ചു. ഇപ്പോൾ സെമിനാർ കഴിഞ്ഞ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. തത്സമയത്തിലേക്ക് അതിനെ അങ്ങനെ ഓർമ്മ
ഇതിനെ